ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊന്നു സ്റ്റാൻഡിലേക്ക് സ്വാഗതം. പിന്നത്തെ വീഡിയോ നമ്മള് അൽഖുത്ര ലേക്കിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാല്ലേ? എന്താന്നറിയില്ല, ലേക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ലേക്ക് എന്ന് പറഞ്ഞാ തടാകം. കൊറേ എന്താ പറയാ, മലയല്ല, വെള്ളമുള്ള സ്ഥലത്താ പോകുന്നേ. പൊന്നിച്ചിട്ട് വെള്ളമുള്ള സ്ഥലമല്ലേ ഇഷ്ടം? ഓക്കെ, നമുക്ക് പോവാം. നമ്മൾ ജബിലലി റോഡിൽ കൂടിയാണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ കാണാൻ. മൊത്തം മരങ്ങളും ഡെസേർട്ടുകളും ഒക്കെ ആയിട്ട് നല്ല പച്ചപ്പായിട്ടുള്ള സ്ഥലത്തുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അത്രയ്ക്കും മനോഹരമായിരുന്നു അത് കാണാൻ. ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക, കായലുകളിലൊക്കെ ഈ പോളകൾ ഇങ്ങനെ നിൽക്കില്ലേ, അതുപോലെ റോഡിലോട്ട് ഇറങ്ങി വരുന്ന ഒരു തരം ചെടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ അൽഖുത്ര ലേക്കിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടെ തൊട്ട് നല്ല ഗ്രീനറി ആട്ടോ. മൊത്തം ഇതുപോലെ രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങളാണ്. നല്ല രസമുണ്ട്. നമ്മൾ ഈ സീനറീസിൽ ഫോട്ടോസൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു പ്ലേസിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അത്രയ്ക്കും ഭംഗിയായിരുന്നു. അവിടെ ലേക്ക് എത്തുന്നിടം വരെ ഈ ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം നമ്മൾ അൽഖുത്ര ലേക്കിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. അൽഖുത്ര ലേക്കിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടുന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാട്ടോ. എന്താ പറയാ, ഈ കാണുന്ന മുഴുവൻ ഒരു കുഞ്ഞു കുറ്റി കുറ്റി ചെടികളാണ്. നല്ല രസം. പയറ് ചെടി പോലെ. എന്താ പറയാ, പയറാണ് കഴിക്കാൻ പറ്റുന്നതാണോ ഒന്നും അറിയില്ല, പക്ഷെ കൊള്ളാം. അത് അവിടെ നോക്കിയിട്ട് ഇത് ഉണങ്ങിപ്പോയത്. അതിൻ്റെ നല്ല പച്ച കളറുണ്ട് കേട്ടോ. പച്ചമുളക് പോലെ ഇരിക്കുന്നു. പച്ചമുളകൊന്നും പറയാം, പയറൊന്നും പറയാം, അതുപോലെ ഇരിക്കുന്നു. ഈ ചെടികളാട്ടോ ഈ കാണുന്ന അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അങ്ങേ അറ്റത്തും ഒക്കെ ഫുള്ള് ഈ ചെടികളാ. ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ആളുകൾക്ക് നടന്നു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുകളിൽ എത്താൻ തോന്നുന്നു. കുറച്ച് തിരക്കാണ് അതിൻ്റെ മുകളിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് അവിടെ കയറണം. അതാണ് ലേക്ക്. ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതെന്താണ്, ഇവിടെ ബാർബിക്യൂ അലൗഡ് ആണ് കേട്ടോ. പിന്നെ അരയന്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പല ഡിസൈനിലുള്ള അരയന്നങ്ങളൊക്കെയാണ് കാണുന്നത്. നല്ല ഭംഗി, ശരിക്കും ബ്യൂട്ടിഫുൾ. എന്ത് ഫാസ്റ്റ് ആയിട്ടാ പൊന്നൂസേ അത് ഓടുന്നേ. പൊന്നൂസേ, വൈറ്റ് കളറിലുള്ളത് അരയണം, മറ്റേ ഡിസൈനിലുള്ളത് താറാവ്, ഡക്ക്. അല്ല, അതിന്റെ സൗണ്ട് കേട്ടോടാ, കൊള്ളല്ല അതിന്റെ സൗണ്ട്. അതിന്റെ അടുത്തൊന്നും പോവാൻ പറ്റും. നമ്മുടെ തൊട്ടടുത്തൊരു ഡക്ക് വന്നതേ, അപ്പൊ അതന്നെ ഇറങ്ങിപ്പോയി. യെസ്, അതുവഴി വഴിയുണ്ട്. പൊന്നു സോടാവാൻ തുടങ്ങി. അത് കയറി വരുന്നു.
പൊന്നിങ്ങ് നോക്കി. കൂടുതൽ അടുത്ത് പോണ്ട. ആ കയറാം കയറാം. നമുക്ക് പൊന്നൂസിന്റെ അടുത്തേക്ക് പോവാം. അവൾ എത്ര വിശ്വാസമില്ല വിൽക്കായതുകൊണ്ട് എനിക്ക്. എന്ത് രസമാട്ടോ കാണാൻ ഇവിടെ. പൊന്നിങ്ങ് നോക്കി. നീ മാസ്ക് ചേഞ്ച് ചെയ്തേടാ. ഇനി അമ്മയെ നോക്കൂ. എടാ അത് കാലിട്ട് നീങ്ങുന്നുണ്ടോ? കണ്ടോ കണ്ടോ അവൻ അവന്റെ കാല് ബാക്കിലോട്ട് ആക്കിയിട്ട് നീങ്ങുന്ന കാണാം. ആ ബ്രൗൺ കളർ കണ്ടോ അവന്റെ കാല് പോകുന്നേ. ഇതുപോലൊരു പ്ലേസ് ഒരു മൂവിയിൽ കണ്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാ? ശരിയാ, അതുപോലെ തന്നെയാ. ഇത് എനിക്ക് തോന്നുന്നത് ആർട്ടിഫിഷ്യൽ ലേക്കാട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഒറിജിനൽ ലേക്കാണ്. ആർട്ടിഫിഷ്യൽ ലേക്കാണെന്ന് തോന്നുന്നു. ഫിഷ് ഉണ്ടോ എന്തോ എനിക്കറിയില്ല. ഞാനൊരു ഫിഷിനെ പോലും കണ്ടില്ലടാ. നീ ഓടിച്ചു വിട്ടാണ് അവന്മാർ അവിടെ ഇരുന്ന സാധനങ്ങൾ ഇവിടേക്ക് വന്നു. ഇവൾ ഓടിച്ചു വിട്ടാന്നാ തോന്നുന്നത്. കല്ലുപ്പണി. ഡോണ്ട് ടച്ച്. ഒന്നും വേണ്ട. ഒരു ചീത്തയാടാ. കം കം. ആ വലിയ ഡക്ക്. അത് ഡക്കല്ലടാ, അത് അരയനാന്ന് തോന്നുന്നു. അത് അരയന്ന വേണ്ട, ഡക്കല്ല. അത് അരയനാണ്. അതിൻ്റെ ചുണ്ട് നോക്കിക്കേ. ചുണ്ട് ഡക്കിൻ്റെ പോലത്തെ ചുണ്ടല്ലല്ലോ, ഡിഫറൻസ് ഉണ്ട്. നോ വേണ്ട. ചെരുപ്പില് വെള്ളാവും കേട്ടോ. വേണ്ട. ഡക്കിന്റെ സൗണ്ട് എങ്ങനെയാ? അത് മറ്റേ ഗൂസിന്റെ സൗണ്ട്. പൊന്നുസേ, ഒരു പാട്ട് താരാവേ താരാവേ പൊള്ളി താരാവേ ഓർമ്മയില്ലേ? നീ വെള്ളത്തിൽ വീഴരുത് കേട്ടോ.
പാടില്ല. താരാവേ താരാവേ തുള്ളി താരാവേ വീഴും വീഴും, വെള്ളത്തിലേക്ക് വീഴുവേ. താരാവേ താരാവേ പൂങ്കുലി താരാവേ വാടാ വാടാ നീ മുട്ടം വാടാ താരാ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് ദിവസം അച്ഛൻ കയറാൻ തുടങ്ങി, ഞാൻ പറഞ്ഞ പുറകെ കയറാം. ഞാൻ വീഡിയോ എടുത്ത് കയറുന്നതുകൊണ്ട് എനിക്കൊരു ചെറിയ പേടിയുണ്ട്. നമുക്ക് ഒപ്പം ഇവിടെ ഇപ്പം ആരുമില്ല, 2-3 കുട്ടികൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ നിൽക്കാം. അവിടെ അതായത് 2 പക്ഷികൾ വന്നിട്ടുണ്ട്. കുന്നുസി, ഇതാ 2 പക്ഷികൾ വന്നിരിക്കുന്നുണ്ടോ? എനിക്ക് കൊറേ പേഴ്സിൽ കാണാലോ. ആടാ, ഇതിനിടയ്ക്ക് ഒന്ന് കൂട് കെട്ടിയിരിക്കുന്നു കേട്ടോ. കണ്ടോ വാവൂസ്, അവന് കൂടുണ്ട്. ഇതല്ലേ ഇതല്ലേ, യെസ്, അവന് ഒരു കൂടുണ്ടാക്കി അതിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അവന് കൂടുണ്ട്, അവൻ്റെ കൂട് നോക്കട്ടെ. അവന് കൂടില്ലടാ. നമ്മൾ ഈ മുകളിന്നുള്ളത് നോക്കട്ടെ, എന്ത് ബ്യൂട്ടിഫുൾ ആണ്. യെസ്, അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഞങ്ങൾ അടുത്തത് പോകാൻ പോകുന്നത് ഫ്ലാമിംഗോ ലേക്കിലേക്കാണ്. അപ്പോൾ നമുക്ക് ആ ലേക്കിലോട്ട് പോകുന്നത് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും ഞങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നെക്സ്റ്റ് ടൈം കാണുന്നവരെ എല്ലാവർക്കും ബൈ.